വാർഷികം കേരളത്തിൽ നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണ് ആഘോഷിക്കപ്പെടുന്നത്. നാളെ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ആരംഭിക്കുമ്പോൾ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കണ്ണീരോടുകൂടി അവരുടെ സമരം അവസാനിപ്പിച്ചു. വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയായപ്പോൾ അതിൽ ഉദ്യോഗ നിയമനം കാത്ത് വർഷങ്ങളോളം സർക്കാരിന്റെയും CPM നേതാക്കന്മാരുടെയും പിന്നാലെ നടന്ന ഉദ്യോഗാർത്ഥികൾ അവസാന ആശ്രയം എന്നുള്ള നിലക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സത്യാഗ്രഹ സമരം അനുഷ്ഠിച്ചു. ആ സമരത്തോട് പിണറായി വിജയന്റെ സർക്കാർ കാണിച്ച നിഷേധാത്മകമായ സമീപനം അങ്ങേയറ്റം ക്രൂരമായി. അവരുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് അങ്ങേയറ്റം പരിഹാസ രൂപത്തിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം പ്രതികരിച്ചിരുന്നു. അവരെന്തോ മഹാപാതകം ചെയ്തു എന്ന മട്ടിലാണ് ചില മന്ത്രിമാരും CPM നേതാക്കന്മാരും എല്ലാവരും പ്രതികരിച്ചു. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് നിയമന ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവര് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. സർക്കാർ പറയുന്നത് 35% ആളുകളെ ഞങ്ങൾ നിയമിച്ചു, ബാക്കി ആളുകളെ നിയമിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ റാങ്ക് ലിസ്റ്റിന്റെ ആവശ്യം എന്തായിരുന്നു? കേരളത്തിൽ പോലീസ് സേനയിൽ ഒഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഒഴിവ് വരുന്നപ്പോ അത് 1 മാസത്തിനുള്ളിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് സർക്കാരിന്റെയും ഉത്തരവാണ്. കോടതിയും ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ ഇത് സംബന്ധിച്ച ഒരു കേസിൽ PSC തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു. എന്നിട്ടും എന്താണ് പോലീസിലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് യഥാസമയം റിപ്പോർട്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഉദ്യോഗം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? അതുകൊണ്ടാണല്ലോ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ 60% ആളുകൾ ബാക്കിയായിട്ടുള്ളത്. അവർക്ക് അതിൽ പ്രായപൂർത്തിയാകുന്ന ധാരാളം ആളുകളുണ്ട്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി അപ്രാപ്യമാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി, അതുപോലെ തന്നെ എഴുത്തു പരീക്ഷ പാസ്സായി, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി, അവസാനം റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പ്രതീക്ഷയാണ്, ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ പുറത്താണ് അവരെല്ലാവരും ഇത്രനാളും കാത്തിരുന്നത്. അത് ഇല്ലാതാകുമ്പോഴാണ് അവർ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അവർ നേരത്തെ ആദ്യം തന്നെ സമരത്തിലേക്ക് വരികയല്ലല്ലോ ചെയ്തിട്ടുള്ളത്. നിരവധി പ്രാവശ്യം അവർ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അവർ തന്നെ ഇന്നലെ പറഞ്ഞ പ്രകാരം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്, മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയുമായി കാണാൻ വേണ്ടി പല ആപത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ശ്രമം ഒന്നും നടന്നില്ല. എല്ലാ വാതിലുകളും മുട്ടിയിട്ട് തുറക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് അവസാനത്തെ അത്താണി എന്നുള്ള നിലക്ക് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ സമരം നടത്തി. അവർ നടത്തിയ സമരമുറകളെല്ലാം തന്നെ കേരളത്തിൽ പരിചയമില്ലാത്ത സമരമുറകളാണ്. അവർ ബഹളം വെക്കാനോ സർക്കാർ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കാനോ അല്ലെങ്കിൽ ക്രമസമാധാന കുഴപ്പമുണ്ടാക്കാനോ പോലീസിനെ കല്ലെറിയാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അവർ അങ്ങേയറ്റം ആത്മസംയമനത്തോടുകൂടി സ്വയം പീഡനപരമായിട്ടുള്ള സമരമാണ് ചെയ്തിട്ടുള്ളത്. അവർ മുട്ടിലെഴിഞ്ഞും ശയനപ്രദക്ഷിണ നടത്തിയും ഒക്കെയാണ് അവർ സമരം നടത്തിയത്. അത്രയും സഹന സമരം നടത്തി സ്വയം പീഡ ഏറ്റുവാങ്ങി സമരം നടത്തിയിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥിനികളോട്, യുവതികളോട് എന്തിനാണ് ഈ സർക്കാർ ഇത്രയും ക്രൂരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാത്രമല്ല, മന്ത്രിമാരും CPM നേതാക്കന്മാരും എല്ലാവരും അവരെ ആക്ഷേപിക്കുകയാണ്. പ്രായപരിധി പൂർത്തിയാകും എന്ന പരാതി ഉന്നയിച്ചപ്പോ
CPM-ന്റെ പ്രമുഖയായ നേതാവ് അവരോടെല്ലാം സ്വകാര്യ കമ്പനികൾ ജോലിക്ക് പോകാനാണ്. കേരളത്തിലെ CPI നേതാക്കന്മാരെ സ്വകാര്യ കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് ഏജന്റാണ്. സ്വകാര്യ കമ്പനിയിലേക്ക് ജോലിക്ക് പോകാൻ അവർക്ക് നേരത്തെയാകാമായിരുന്നല്ലോ. അതിന് CPI നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോ അതിന്റെ പ്രായപരിധി കഴിയുന്നു, റാങ്ക് ലിസ്റ്റ് റദ്ദാകുന്നു, ഇനി ഞങ്ങൾക്കൊരു സർക്കാർ ജോലി സാധിക്കില്ല എന്ന് ഒരു ഗവൺമെന്റിനോട് പരാതിയും ആപരാതിയും പറയുമ്പോൾ നിങ്ങളുടെ പ്രായപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ കമ്പനികൾ ജോലിക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന സമീപനം അത് മനുഷ്യത്വപരമാണ്. ഇത്രമാത്രം മനുഷ്യത്വരഹിതമായി ക്രൂരമായിട്ടുള്ള സമീപനം എന്തിനാണ് സമരം ചെയ്യുന്ന ആളുകളോട് ഇവർ സ്വീകരിച്ചത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എല്ലാ സമരങ്ങളോടും CPM സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനം അതാണ്. സമരം ചെയ്യുന്നവരോട് മനുഷ്യത്വപരമായിട്ട് ഇടപെടാനും പെരുമാറാനും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാനും അവരോട് ചർച്ച നടത്താനും ഇതൊന്നും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. അത് ഈ വനിതാ കോൺസ്റ്റബിൾമാരുടെ കാര്യത്തിൽ മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരവും അതാണ്. കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരത്തിലാണ്. കേരളം ഇതേവരെ കാണാത്ത രീതിയിലുള്ള സമരമുറകൾ അവർ നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് അവരും ക്രമസമാധാന കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. അവരാരും സെക്രട്ടറിയിലേക്ക് തള്ളിക്കയറുന്നില്ല, മുഖ്യമന്ത്രിയുടെ ചാമ്പറിലേക്ക് തള്ളിക്കയറുന്നില്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു കൂട്ടം സഹോദരിമാർ, അതും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള സഹോദരിമാർ ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു സമരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് അവരോട് മുഖം തിരിക്കാൻ സാധിക്കുക? അവർ ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ പരിഗണിക്കുമെന്നെങ്കിലും പറയാം. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പിണറായി വിജയന്റെ 4ാം വാർഷികം നിസ്സഹായരും നിരപരാധികളും നിരാലംബരുമായ ഒരു കൂട്ടം സഹോദരിമാരുടെ കണ്ണുനീരിലാണ് ഈ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്നത്. ഒരു ഭാഗത്ത് ആശാ വർക്കർമാർ, മറുഭാഗത്ത് ഈ ഉദ്യോഗാർത്ഥിനികൾ. ഇവർ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് ഒരുക്കിയിട്ടുള്ള കണ്ണുനീരിലും ചോരയ്ക്കും പിണറായി വിജയൻ സർക്കാർ മറുപടി പറയും. ആ കണ്ണുനീരിലും ചോരയിലുമാണ് ഈ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ 4 വർഷം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന് എന്താണ് അവകാശപ്പെടാനുള്ളത്? സമരം ചെയ്യുന്നവരെ എല്ലാവരും അവരെ തീവ്രവാദികളായിട്ട് മുദ്രകുത്തുക, അവരെ പരിഹസിക്കുക, അവരെ ആക്ഷേപിക്കുക, ഇതൊക്കെ ഒരു CPM ഭരണകൂടത്തിന്റെ ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, CPM-ന്റെ ഒരു ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് സ്വഭാവം ആ സർക്കാർ ഇല്ലാതായിരിക്കുന്നു. മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ മാറുന്നു. ഇന്നലെ ബഹുമാന്യായിട്ടുള്ള PK ശ്രീമതി ടീച്ചർ അഭിപ്രായം ആ അർത്ഥത്തിലാണ് നാം എടുക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരാൻ താല്പര്യമില്ല, സ്വകാര്യ കമ്പനിയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളോട് പറയുക? ശരി, നിങ്ങളുടെ റാങ്കിന്റെ കാലാവധി കഴിഞ്ഞു, നിങ്ങൾക്ക് പ്രായപൂർത്തിയായി, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ നടത്താൻ വേണ്ടി സർക്കാരിന്റെ സഹായം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു. അല്ലാതെ കേരളത്തിലെ സ്വകാര്യ കമ്പനി മുതലാളിമാരുടെ വീട്ടുപടിക്കലേക്ക് ഇവരെ അയക്കുന്നത് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ്, എന്ത് കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണ്? ആ തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഈ കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നാം 1ാം സ്ഥാനത്താണ്. പിണറായി വിജയന്റെ സർക്കാർ 9 വർഷം പൂർത്തിയാകുമ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ കണക്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഡിവൈഎഫ്ഐക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ പാവപ്പെട്ട കുറെ സഹോദരിമാർ ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് സമരം ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വിഭജന സംഘടന? അതുകൊണ്ട് സത്യത്തിൽ കണ്ണുനീരോടുകൂടി ആ ഉദ്യോഗാർത്ഥിനികളെല്ലാം സമരപന്തലിൽ നിന്ന് പായമടക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോ കേരളത്തിൽ ഡിവൈഎഫ്ഐ പിരിച്ചുവിടുക കൂടി വേണം.
ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ സംഘടനയെ കൊണ്ട് കേരളത്തിൽ ഒരാവശ്യവുമില്ല. യുവജനങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ആ സംഘടനയെ കൊണ്ട് ഒരാവശ്യവുമില്ല. കഞ്ചാവ് രോഗികൾക്കും മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കും ഒരുപക്ഷെ ഡിവൈഎഫ്ഐയുടെ സേവനം ആവശ്യമുണ്ടായേക്കാം. പക്ഷേ കേരളത്തിലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഡിവൈഎഫ്ഐ എന്ന സംഘടന കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ 4-ാം വർഷത്തിൽ സർക്കാർ 4-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഡിവൈഎഫ്ഐ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നത് നല്ലതാണ്. അത്രമാത്രം യുവജന വിരുദ്ധമായ സമീപനമാണ് ഈ സംഘടനയും സർക്കാരും എല്ലാം സ്വീകരിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്? എല്ലാ വകുപ്പുകളിലും കരാറടിസ്ഥാനത്തിലുള്ള നിയമനം. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് എല്ലാ മാസത്തിലും വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് അർഹരായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും കേന്ദ്രത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒഴിവുകൾ മുൻകൂട്ടി പരസ്യം ചെയ്ത് അതിലേക്ക് പരീക്ഷ നടത്തി ആളുകളെ സെലക്ട് ചെയ്ത് അതെല്ലാം ഒരു ദിവസം ഇന്ത്യയിൽ എല്ലായിടത്തും അത് പ്രഖ്യാപിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തിലെ കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് ജോലി കിട്ടിയവരുടെ എണ്ണം 2 മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ്. 2014 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും ഇപ്പോഴുമുള്ള കണക്ക് പരിശോധിച്ചാൽ 2 ഇരട്ടി മടങ്ങ് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ജോലി ലഭിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്ത് അവർക്ക് എല്ലാവർക്കും സ്ഥിരം ജോലി നൽകുമ്പോൾ കേരളത്തിൽ സ്ഥിരം ജോലി നൽകുന്നില്ല എന്ന് മാത്രമല്ല, കരാർ ജോലികൾ കൊടുക്കുകയാണ്. ആ കരാർ ജോലി തന്നെ പാർട്ടി പാർശ്വവർത്തികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇതാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അങ്ങേയറ്റം യുവജന വിരുദ്ധമായ ഒരു നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. അത് 4 വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കളോട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം പിണറായി വിജയന്റെ സർക്കാർ 4-ാം വാർഷികം ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സർക്കാർ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയക്കെതിരായിട്ട് വലിയ പ്രചരണത്തിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ സംരംഭത്തിന് സർക്കാരിനെ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടിയാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കും. പക്ഷെ ഈ കാര്യത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. പിടിക്കപ്പെടുന്ന കേസുകളെല്ലാം പ്രതികളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സത്യസന്ധതയില്ലായ്മയും ആത്മാർത്ഥയില്ലായ്മയും ആവർത്തിച്ച് പ്രകടിപ്പിക്കപ്പെടുകയാണ്. ലഹരി വിരുദ്ധ പ്രചരണത്തിൽ സർക്കാർ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ബാഹ്യമായിട്ടുള്ള പ്രചരണങ്ങളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. എല്ലാവർക്കും ചേർന്ന് നടത്താം. സർക്കാർ നാം പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വലിയ ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാഹ്യമായ പ്രചരണമല്ല, നടപടികളാണ്. ആ നടപടികളിലേക്ക് പോകാൻ പലപ്പോഴും സർക്കാരിന് സാധിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ലഹരി വ്യാപനത്തിന്റെ പുറകിൽ CPM-ന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഒരു ഭാഗത്ത് ലഹരി മാഫിയയോട് മൃദു സമീപനം സ്വീകരിക്കുകയും മറുഭാഗത്ത് ക്യാമ്പയിനിങ് നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കൂടി BJP ആവശ്യപ്പെടുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പാർട്ടി അധ്യക്ഷനായതിനു ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം നാളെ ആരംഭിക്കുകയാണ്. വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസിത കേരള കൺവെൻഷൻ എന്ന പേരിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിൽ നടക്കുന്ന വിപുലമായിട്ടുള്ള പ്രവർത്തക കൺവെൻഷനിലാണ് അദ്ദേഹം സംബന്ധിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും തയ്യാറാക്കുക എന്നുള്ളതാണ്
ഈ കൺവെൻഷൻ കൊണ്ട് പ്രധാനമായിട്ടും പാർട്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ കൺവെൻഷനുകൾ അദ്ദേഹത്തിന്റെ സംസ്ഥാന തലത്തിൽ പര്യടനം നാളെ തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കും. മെയ് മാസം 10-ാം തീയതി പാലക്കാട് നടക്കുന്ന കൺവെൻഷനോടുകൂടി അത് അവസാനിക്കും. 21 മുതൽ 10 വരെയുള്ള മെയ് 10 വരെയുള്ള ഈ ദിവസങ്ങളിൽ കേരളത്തിലെ 30 ജില്ലകളിലെയും അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയാകും, കൺവെൻഷൻ പൂർത്തിയാകും. ഈ കൺവെൻഷനോടുകൂടി BJP തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഈസ്റ്റർ ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുൻപ് പ്രധാനമന്ത്രി ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ വീടുകൾ സന്ദർശിക്കണമെന്നും BJP നേതാക്കൾ കഴിഞ്ഞ വർഷമൊക്കെ വ്യാപകമായിട്ട് ക്രിസ്ത്യൻ വീടുകൾ സന്ദർശിക്കുകയും മാധ്യമശ്രദ്ധ നേടുകയും ചെയ്തു. പക്ഷെ ഇത്തവണ ചില നേതാക്കൾ മാത്രം 1-2 ആളുകളെ കാണുന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് സന്ദർശനങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇന്ന് ഈസ്റ്റർ സന്ദേശവുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് പോകും. ഇന്ന് രാവിലെ മുതൽ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും വിവിധ ക്രിസ്ത്യൻ സഭകൾ സന്ദർശിക്കുകയും അടുത്ത പുരോഹിതന്മാർക്ക് ഈസ്റ്റർ ആശംസകൾ നൽകുകയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോയിട്ടുണ്ട്, മുൻ അധ്യക്ഷന്മാർ പോയിട്ടുണ്ട്, സംസ്ഥാന ഭാരവാഹികൾ പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ വന്നിട്ടുള്ളത്, കാസർഗോഡ് നഗരത്തിൽ വന്നിട്ടുള്ളത്. ആ പരിപാടിയുടെ ഭാഗമായി പാർട്ടി നേതാക്കന്മാർ, പ്രവർത്തകന്മാർ ഈസ്റ്റർ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് പോകണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാസർഗോഡ് വന്നത്. അതുകൊണ്ട് നിങ്ങളത് കാണാതെ പോയതുകൊണ്ടായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് നടത്തുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനം അത് സ്വാഭാവികമായ പ്രവർത്തനമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിങ്ങൾ പ്രചരണം കൊടുക്കാൻ തയ്യാറായി. ഈ പ്രാവശ്യം നിങ്ങൾ പ്രചരണം കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകുന്നതിന് ഇവർ കുറവ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ കുറച്ചും കൂടി കൂടുതൽ ഈ പ്രാവശ്യം പോകുന്നുണ്ട്. പിന്നെ 2 വർഷം തുടർച്ചയായി പോയതുകൊണ്ട് 3-ാമത്തെ വർഷം ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മാറിയിരുന്നു. അത്രയും ഇത്തവണ അത് മാധ്യമങ്ങളെ ഒന്നും വേണ്ട രീതിക്ക് അറിയിച്ചിട്ടില്ല. അത് എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ അറിയിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മളവിടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ അറിയിച്ചു. നേരത്തെ അതൊരു പുതിയ പരിശ്രമമായപ്പോൾ ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു. 2 വർഷം അറിയിച്ചു. ഈ വർഷം അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിനെന്തിനാ മാധ്യമങ്ങൾ അറിയിക്കും? ഇത് എവിടെയെങ്കിലും മാധ്യമങ്ങൾ അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ആരാധനാലയം സന്ദർശിച്ചപ്പോൾ നിങ്ങൾ തന്നെ അത് വാർത്തയാക്കിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്ത് സന്ദർശിച്ചപ്പോൾ നിങ്ങൾ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. ഞങ്ങളാരും നിങ്ങളെ വിളിച്ചതല്ല, നിങ്ങൾ സ്വമേധയെ വന്നിട്ടുള്ളതാണ്. അപ്പൊ വാർത്ത കൊടുക്കണോ കൊടുക്കണോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.